കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് തുയത്തൈര സഭയുടെ പല സ്റ്റേജുകൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. വെളിപ്പാട് ദിവസം 2-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് ദിവസവും 2-ാം അധ്യായം 24-25. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയതൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ദുർനടപ്പും ദുരുപദേശവും കൊടികുത്തി വാഴുന്ന തുയത്തൈര സഭയിൽ ദൈവം നോക്കുമ്പോൾ അവരോട് കൂട്ടുപിടിക്കാതെ സത്യത്തിനു വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഉപദേശത്തിനും വിശുദ്ധിക്കും വേണ്ടി നിലനിൽക്കുന്ന ഒരു ന്യൂനപക്ഷം അവിടെ ഉണ്ടായിരുന്നു. അവരോട് ദൈവത്തിന് ഒരു പ്രത്യേക പ്രബോധനമുണ്ടായിരുന്നു. ആ പ്രബോധനമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. 24-25 വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയാം, തുയത്തൈര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാവരും കർത്താവിനോട് അവിശ്വസ്തരായിരുന്നില്ല. ഇസബേലിന്റെ ഉപദേശത്തോടെ ഒത്തുതീർപ്പിലെത്താത്ത ഒരു ന്യൂനപക്ഷം അവിടെ ശേഷിച്ചിരുന്നു. അവരോട് കർത്താവിന് ഒരു സ്പെഷ്യൽ ദൂതുണ്ട്. ആ ദൂത് എന്താണ്? ഒന്ന്, സമൂഹം അഴിയാക്കുരുക്കിൽ അകപ്പെട്ട് നശിക്കുമ്പോൾ ഭൂരിപക്ഷത്തോട് ചേർന്ന് നിൽക്കാതെ ന്യൂനപക്ഷത്തോട് ചേർന്ന് നിന്ന് വിശ്വാസം മുറുകെ പിടിക്കുകയും തങ്ങൾ ആരാണെന്ന് പ്രവൃത്തികളിൽ തെളിയിക്കുകയും ചെയ്യണം എന്ന് തുയത്തൈര സഭയിലെ ശേഷം പേരോട് ദൈവാത്മാവ് പറയുകയാണ്. എന്നതൊന്നുകൂടെ പറയാം. ഭൂരിപക്ഷം തെറ്റ് ചെയ്യുന്നവരാണ്, ഭൂരിപക്ഷം വിഗ്രഹാരാധികളും ദുർനടപ്പും ഒക്കെ ആചരിക്കുന്നവരാണ്. എന്നാൽ അവരോട് ചേർന്ന് നിന്ന് ഒരു സന്ധിയിൽ അങ്ങ് പോകാം എന്ന് ന്യൂനപക്ഷം വിചാരിച്ചില്ല. പകരം അവരുടെ വിശ്വാസം പ്രവൃത്തികളാൽ തെളിയിച്ചുകൊണ്ട് അവർ സാക്ഷാൽ ദൈവമക്കളാണെന്ന് സമൂഹത്തിന് തെളിയിച്ചു കൊടുത്തു. നമ്മുടെ ജോലി അത് തന്നെയാണ്. നാടോടുമ്പോൾ നടുവേ ഓടാനും, ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന് നടുന്നുണ്ടം തിന്നാനും, താൻ പാതി ദൈവം പാതി, ഇതൊന്നും ദൈവികമല്ല. 1-ാം നൂറ്റാണ്ടിലെ ഉപദേശവും വിശുദ്ധിയും 21-ാം നൂറ്റാണ്ടിൽ മാറിപ്പോയിട്ടില്ല. ഇനി കർത്താവ് വരാൻ താമസിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ ദൈവം തന്ന പ്രമാണം കാലങ്ങൾ മാറിയാലും കാലങ്ങൾക്ക് അതീതനായ ദൈവം മാറ്റത്തില്ല. അതങ്ങനെ തുടർന്നു പോകും. അതുകൊണ്ടാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പൗലോസ് പറയുന്നത്. ദൈവം എന്താ പറഞ്ഞത്? നിങ്ങളെ തന്നെ നിങ്ങൾ അശുദ്ധരാകാതെ സൂക്ഷിക്കണം. ദൈവം ഒരിക്കലും ക്വാണ്ടിറ്റി അല്ല ശ്രദ്ധിക്കുന്നത്, ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കുന്നത്. മനസ്സിലായോ? 5-10 കന്യമാരിൽ എത്ര പേരെയാ കൊണ്ടുപോയത് മണവാളം വന്നപ്പോ? 5 പേര്. ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചാൽ 10 പേരെയും കൊണ്ടുപോകാനായിരുന്നു. 2 പേരൊരു കിടക്കയിൽ കിടക്കും, ഒരാളെ എടുക്കുമെന്ന. 2 പേര് വയലിലിരിക്കും, ഒരാളെ എടുക്കുമെന്ന.
രണ്ടുപേര് തിരികല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കും. അന്നേരം ദൈവം നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാ നോക്കുന്നത്. എന്നിട്ട് സുവിശേഷ സഭയോട് പറയുകയാണ്, സാത്താന്റെ രണ്ടാമത്തെ കാര്യം, സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർ. 24 വാക്യത്തിലുണ്ട്, അവിടെ ഉണ്ട്. ഒത്തിരി ഒന്നും സാത്താന്റെ ആഴങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിക്കണ്ട. ഒത്തിരി സാത്താന്റെ ആഴങ്ങൾ അറിയാത്ത ഒരു ഭാഗ്യം തന്നെയാണ് നമുക്ക്. ആഴങ്ങൾ എന്നതിന് ഗ്രീക്ക് പദം ബത്തേയ എന്നാണ്. BATHEA, ബത്തേയ. ബത്തേയ എന്ന വാക്കിന്റെ അർത്ഥം മർമ്മം എന്ന, മിസ്റ്ററി. ബാബിലോണിയ ഉപദേശങ്ങൾക്കൊക്കെ ഇട്ടിരിക്കുന്ന പേര് ഇത് തന്നെയാണ്, ബത്തേയ എന്നുള്ള പദമാണ്, മർമ്മം എന്നാണ്. റോമാ സഭയിലും നമുക്കറിയാത്ത ഒത്തിരി മർമ്മങ്ങൾ അവർക്കുണ്ട്. ഈ റോമൻ മതം എന്ന് പറയുന്ന ഒരു നിഗൂഢ മതം. അതായത് ദൈവജനത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതകളാണ് ഈ റോമൻ കത്തോലിക്ക സഭയൊക്കെ ഫോളോ ചെയ്യുന്നത്. ഞാനത് ചില കാര്യങ്ങൾ പറയാം. മാമോദീസിയാലുള്ള വീണ്ടും ജനനത്തിന്റെ മർമ്മം. വിശ്വാസത്താലാണ് വീണ്ടും ജനനമെന്ന് ദൈവം പഠിപ്പിക്കുക. ചിലര് പഠിപ്പിക്കുന്ന മാമോദീസ കൊണ്ടാ വീണ്ടും ജനനം. അങ്ങനത്തെ പരിപാടി അതെന്താ നമുക്ക് ഇന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്, കുർബാനയിൽ വസ്തുമാറ്റം എന്ന സംഭവം, അതൊരു മർമ്മമോ? വസ്തുമാറ്റം എന്ന മർമ്മം അതിൽ നിന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്? തിരുവത്താഴത്തിന്റെ അപ്പം യേശുവിന്റെ മാംസവും തിരുവത്താഴത്തിന്റെ രക്തം വീഞ്ഞ് യേശുവിന്റെ രക്തവുമായിട്ട് വസ്തുമാറ്റം സംഭവിക്കും. അതൊരു നിഗൂഢ മർമ്മമാണ്. അതൊന്നും ഉള്ള കാര്യമല്ലത്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ. പിന്നെ വേറെ സംഭവമുണ്ട്, വിശുദ്ധ വെള്ളത്തിന്റെ മർമ്മം. അതും ദൈവജനം പഠിപ്പിക്കുന്നില്ല. പിന്നെ ബലിപീഠത്തിന്മേലുള്ള മെഴുകുതിരിയുടെ മർമ്മം, അതിന്റെ രഹസ്യം. മെഴുകുതിരി ഇല്ലെങ്കിൽ പല ആരാധനകളും നിന്നുപോകും. മെഴുകുതിരി കണ്ടുപിടിച്ചില്ലായിരുന്നു എന്തോമായിരുന്നു അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു മെഴുകുതിരി ഇല്ലെങ്കിലും നമ്മുടെ ആരാധന നിന്നു പോകത്തില്ല, പ്രാർത്ഥന നിന്നു പോകത്തില്ല. മെഴുകുതിരിയുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ പ്രാർത്ഥന. പിന്നെ അടുത്തൊരു സംഭവമാണ് തിരിശേഷിപ്പുകളുടെ രഹസ്യം. ഇതിനൊന്നും ഒരു കുഞ്ഞു വാക്യം പോലും ബൈബിളിൽ ഇല്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ബസ് പുർക്കാന, പർഗേറ്ററി, ശുദ്ധീകരണ സ്ഥലം എന്ന മർമ്മം. ബൈബിളിൽ അങ്ങനെ സംഭവമില്ല.
ധനവാൻ മരിച്ചപ്പോൾ ഏത് ശുദ്ധീകരണ സ്ഥലത്തോട്ടാ പോയെ? ലാസർ മരിച്ചപ്പോൾ അങ്ങോട്ടാ പോയെ? അന്നേരം ഭൂമിക്കും സ്വർഗത്തിനും ഈ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. കൃപയാൽ സാത്താന്റെ ആഴങ്ങൾ അറിയാത്ത കുറച്ചുപേര് നമുക്കുണ്ട്. രാമൻ പറഞ്ഞാട്ട്. പ്രൈസ് ഗാഡ്. വെളിപ്പാട് ദിവസം 17 5 വാക്യം വായിക്കാമോ? വെളിപ്പാട് ദിവസം 17:5. മഹതിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ആ മർമ്മം മഹതിയാം ബാബിലോൺ. അനാചാരങ്ങളും ദുരുപദേശങ്ങളും നട്ടു വളർത്തുന്ന അധർമ്മത്തിന്റെ മർമ്മമാണ്. 2 തെസ്സലോനിക്കർ 2:7 വായിക്കാം. 2 തെസ്സലോനിക്കർ chapter 2 verse 7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ആമേൻ. ഇപ്പോഴേ അതെന്തുണ്ട്? ഈ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ ഉണ്ടെന്നേ. കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ, വെള്ളം ഒഴുകുന്ന പോലെ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുകയാണ്. കോവിഡൊക്കെ പകരുന്ന പോലെ, കാറ്റടിക്കുന്നത് പോലെ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുക. പക്ഷെ ഇത് വ്യാപരിക്കുമ്പോൾ തടുക്കുന്ന ഒരു ശക്തിയുണ്ട്. സഭയിൽ അത് വെളിപ്പെടാതെ, കുടുംബത്തിൽ അത് വെളിപ്പെടാതെ, ദേശത്ത് വെളിപ്പെടാതെ തടയുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഈ അധർമ്മത്തിന്റെ മർമ്മത്തെ തടഞ്ഞു നിർത്തിയിരിക്കുക. ഇപ്പൊ കർത്താവിന്റെ വരവെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ തടുക്കുന്നവൻ മാറിപ്പോകും. പിന്നെ ഇഷ്ടം പോലെ അധർമ്മത്തിന്റെ മർമ്മം അങ്ങ് വ്യാപരിക്കും. പിന്നെ എതിർ ക്രിസ്തുവായി, അവന്റെ കാര്യങ്ങളായി, മഹോദര കാലഘട്ടമായി, അങ്ങനെ അങ്ങ് പോകും എന്റെ കാര്യങ്ങൾ. അന്നേരം ഈ ഉപദേശങ്ങളിൽ പങ്കുചേരാത്ത ശേഷം പേർ തുയത്തേര സഭയിൽ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ ദൈവങ്ങളോട് പറയാം. ദൈവത്തിന്റെ സഭ വിശ്വസ്തരായി കർത്താവ് വരുന്നത് വരെ തങ്ങളുടെ വിശ്വാസം ത്യജിക്കാതെ, തങ്ങൾക്കുള്ളതിനെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിപ്പാൻ ബാധ്യസ്ഥരാണ്. കർത്താവ് വരുന്നത് വരെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആത്മീയ കാര്യങ്ങളെ കാത്തു സൂക്ഷിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ നമ്മൾ ജയാളിയായി നിൽക്കുന്നു എങ്കിൽ, ഇസബേലിന്റെ പുറകെ പോകാതെ, നിക്കോലാവരുടെ പുറകെ പോകാതെ നമ്മള് വിശ്വസ്തരായി നിൽക്കുന്നു എങ്കിൽ നമുക്ക് പ്രതിഫലം ദൈവം തരും. 26, 27, 28 വാക്യങ്ങൾ വായിക്കാം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ ജയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആമേൻ. കർത്താവ് ജയിക്കുന്നവർക്ക്
3 കാര്യങ്ങൾ കൊടുക്കും. ഒന്ന്, അവർക്ക് കർത്താവിന്റെ ഉൽപ്രാവണത്തിൽ പങ്കുചേരാൻ, അവർക്ക് കർത്താവിന്റെ എടുക്കപ്പെടലിൽ അവർ കാണും. കർത്താവ് പറയാണ്, നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നവരെയും പിടിച്ചുകൊള്ളണം. കർത്താവ് വരുമ്പോ നമ്മൾ എടുക്കപ്പെടും, അല്ലേ? സ്തോത്രം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് പ്രതിഫലമല്ല, അത് കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്, നമ്മുടെ ലക്ഷ്യമാണ്. പ്രതിഫലം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഒരു 3 കാര്യങ്ങൾ പ്രതിഫലം പറയുന്നുണ്ട്. ഒന്ന്, 26-ാം വാക്യത്തിൽ, ഞാൻ ജാതികളുടെ മേൽ നിങ്ങൾക്ക് അധികാരം തരും. പവർ ഓവർ ദ നേഷൻസ്. വിശുദ്ധന്മാർക്ക് ചില പദവികൾ ലഭിക്കും. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ചില പ്രിവിലേജുകളുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ പദവിയാണ് നമുക്കുള്ളത്. ദാനിയേൽ പ്രവചനം 7-ന്റെ 18-ാം വാക്യവും 27-ാം വാക്യവും വായിക്കണം. ദാനിയേൽ പ്രവചനം 7-ന്റെ 18-ഉം 27-ഉം. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. 27-ാം വാക്യം, പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. ആമേൻ. 1000 ആണ്ട് വാഴ്ചയിൽ പഴയ നിയമ വിശുദ്ധന്മാരുണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിന്റെ വരവെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ ഹാബേൽ മുതൽ യോഹന്നാൻ സ്നാപം വരെ മരിച്ച പഴയ നിയമ വിശുദ്ധന്മാർ അവരോടൊപ്പം ഉയർക്കും. അതൊക്കെ തെളിവുകളുണ്ട്. പിന്നാലെയൊക്കെ നമുക്ക് പഠിക്കാം. കുറച്ച് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഇനി മത്തായിയുടെ സുവിശേഷം 19-28 വായിച്ച്. മത്തായി 19-28. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-ന് ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കാൻ പുതിയ നിയമ ഭക്തന്മാർക്ക് അവകാശം കൊടുക്കുകയാണ്. അങ്ങനെ കർത്താവിന്റെ രാജ്യത്വത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, പുതിയ നിയമ വിശുദ്ധന്മാരുമുണ്ട്. പുതിയ നിയമ വിശുദ്ധന്മാര് നമ്മുടെ ജോസഫ് ചാക്കോപാഷ് പ്രസംഗിച്ച പോലെ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ മണവാളനായ ക്രിസ്തുവിന്റെയും മണവാട്ടിയായ സഭയുടെയും തോഴീതോഴന്മാരാണ്. അന്നേരം ഫിലിസ്തീയ സഭയോട് പറയുകയാണ്, ജാതികളുടെ മേൽ നിങ്ങൾക്ക് അധികാരം തരും. പുതിയ വിശുദ്ധന്മാർ കർത്താവിനോടൊപ്പം ഭരണകാര്യങ്ങളിൽ ഇടപെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ന്യായം വിധിക്കുക എന്നൊക്കെ പറഞ്ഞ എന്തുവാ? ന്യായാധിപന്മാർ, ജഡ്ജസ്, ഉന്നതമായ പദവിയൊക്കെ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ചില പദവികളൊക്കെ തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ആമേൻ. പിന്നെ അടുത്ത രണ്ടാമത്, ശത്രുവിന്മേലുള്ള വിജയം. ദൈവപുത്രൻ ഈ ഭൂമിയിൽ സർവഭൂമിക്കും രാജാവായി തീരും. അതോടെ
എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും ആരവാരങ്ങൾ അവസാനിക്കും. പുത്രൻ ഭരണസാരഥ്യം ഏറ്റെടുക്കുമ്പോൾ തന്നോട് കൂടെ വന്നു ചേരുന്നവരത്രേ പുതിയ നിയമസഭ. മൂന്നാമത് കിട്ടുന്ന പ്രതിഫലം: ഒന്നാമത്തേത് ജാതികളുടെ മേൽ അധികാരം, 2 ശത്രുവിന്മേലുള്ള ജയം, 3 ഉദയനക്ഷത്രം ഞാൻ അവന് കൊടുക്കും, മോർണിംഗ് സ്റ്റാർ. ഈ ഉദയനക്ഷത്രം എന്നതിന് 4 ആശയങ്ങളുണ്ട്. ഉദയനക്ഷത്രം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? Have you seen the morning star or did you see? പ്രഭാത നക്ഷത്രം എപ്പോഴും ഒന്നും അത് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഇടയ്ക്ക് കാണാറുണ്ട്. അത് കാണണമെങ്കിൽ അതനുസരിച്ച് നേരത്തെ എഴുന്നേക്കണം. വെളുപ്പിനെ 10 മണിക്കും 11 മണിക്കും 12 മണിക്കും ഒക്കെ എഴുന്നേൽക്കുന്നവർക്ക് കാണാൻ പറ്റത്തില്ല. പ്രഭാത താരമായ വീനസ് ആണ് ഉദയ നക്ഷത്രം. പ്രഭാതം പൊട്ടി വിടരുന്നതിന് മുമ്പ് കിഴക്ക് ഉദിക്കുന്ന ഈ നക്ഷത്രം ക്രിസ്തുവിനെയാണ് സാദൃശീകരിക്കുന്നത്. ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും, അല്ലെ? വെളിപ്പാട് 22:16 വായിക്കാമോ? യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. യേശു പറയാണ്, ഞാൻ ആരാണ്? ഉദയനക്ഷത്രമാകും, ശുഭ്രമായ ഉദയനക്ഷത്രം. നമ്മൾ കാണുന്ന ഉദയനക്ഷത്രം ശുഭ്രമായ ഉദയനക്ഷത്രമല്ല. ഈ ഉദയനക്ഷത്രം നമ്മുടെ കർത്താവിന്റെ രഹസ്യവരവിനെ കാണിക്കുന്നതാണ്. നന്നായി പ്രഭാതത്തിൽ ഉണർന്നിരിക്കുന്നവരാണ് ഇത് കാണുന്നത്. ഉറങ്ങിക്കിടക്കുന്നവൻ കാണത്തില്ല. യേശുവിന്റെ രഹസ്യവരവെങ്കിൽ ഉണർന്നിരിക്കുന്നവരാണ് എടുക്കപ്പെടുന്നത്. മലാക്കി 4:2 വായിക്കാം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറയിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. കർത്താവ് ഉദിക്കും. 1 പത്രോസ് 1:13 കൂടെ. 1 പത്രോസ് 1:13. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. ആമേൻ. നാം ഉദയ നക്ഷത്രത്തെ പോലെ പ്രകാശമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുരുപദേശങ്ങളെ പരിത്യജിക്കണം, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം,
മനുഷ്യരുടെ മുമ്പിൽ അപമാനിതരായവര്, ഇവരെല്ലാം തേജസ്സോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ വാഴും. അഹോദര കാലഘട്ടത്തിന് മുമ്പ് ദൈവസഭയെ കർത്താവ് എടുക്കും. ദൈവത്തിന്റെ ആത്മാവ് തീർത്തേര സഭയോട് പറയുകയാണ്, ജയിക്കുന്നവന് ജാതിയുടെ മേൽ അധികാരമുണ്ട്, ശത്രുമേൽ ജയമുണ്ട്, അവൻ ഉദയ നക്ഷത്രം. ആത്മാവ് സഭകളോട് പറയുന്ന കാര്യങ്ങൾ ചെവിയുള്ളവൻ കേൾക്കണം. എന്താണ് അതിന്റെ അർത്ഥം? ദൈവസഭയോട് ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് കാതുകൾ ഉണ്ടാവണം. തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ നമുക്കൊരു ഹൃദയം ഉണ്ടാകണം. നമുക്ക് ഉള്ളത് പിടിച്ചുകൊള്ളുവാൻ സ്ഥിരമായ ഒരു തീരുമാനവും പ്രതിഷ്ഠയും നമുക്ക് വേണം. അതാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ. ആത്മാവ് സഭകളോട് പറയുന്ന ദൂത് കേൾക്കാൻ നമുക്ക് കാത് വേണം. തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഒരു ഹൃദയം നമുക്ക് വേണം. നമുക്കുള്ളത് പിടിച്ചുകൊള്ളുവാൻ സ്ഥിരമായ ഒരു തീരുമാനവും പ്രതിഷ്ഠയും വേണം. ഈ എഫസോസ്, സ്മിർന, പെർഗമോസ്, ഈ ആദ്യത്തെ ഈ 3 സഭകളിൽ ശ്രദ്ധിച്ചാൽ ലാസ്റ്റിൽ ദൂത് എന്താ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പ്രതിഫലം പറയുന്നത്. എന്നാൽ ഈ ഒടുവിലത്തെ തുയത്തേര മുതൽ അങ്ങോട്ടുള്ള സഭകളെ നോക്കിക്കേ, പ്രതിഫലം പറഞ്ഞിട്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്. ആദ്യത്തെ 3 സഭകളിൽ ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞിട്ടാണ് പ്രതിഫലം പറയുന്നത്. ഇവിടെ പ്രതിഫലം പറഞ്ഞിട്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നത്. ലഭിക്കാൻ പോകുന്ന പ്രതിഫലവേലും ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി തുടർന്ന് പഠിക്കാനുള്ളത് സർദീസ് സഭയെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞൊരു സമുദ്രമാണ്. ഒരു സഭയുടെ ദൂത് തന്നെ എത്ര മാസങ്ങൾ വേണമെങ്കിലും പഠിപ്പിക്കാം. ഇതുപോലെ അർത്ഥസമ്പുഷ്ടമായ ഒരു പുസ്തകം വേറെ ഉണ്ട്, കാണത്തില്ല. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഞാൻ 2 വർഷമൊക്കെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയി, എന്നിട്ടും തീർന്നിട്ടില്ല. സർദീസ് സഭ ഇനി നമുക്ക് പഠിക്കാനുള്ളത്
ചർച്ച് അറ്റ് സർദീസ്. ഈ സഭ വീക്ക് ചർച്ച് എന്നറിയപ്പെടുന്നു, ബലഹീന സഭ. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ കാണുന്ന 7 സഭകൾക്കും 7 വിധ പ്രശ്നങ്ങളാണുള്ളത്. എഫെസോസ് സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ സൂക്ഷ്മതയില്ലാത്ത സഭ, അതായത് ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയ സഭ, സൂക്ഷ്മതയില്ല. സ്മിർന സഭ കിരീടധാരണിയായ സഭ, പ്രതികൂലങ്ങളിലും പീഡനങ്ങളിലും തല ഉയർത്തി നിന്ന സഭയാണ്. പെർഗമോസ് സഭ നമ്മൾ പഠിച്ചു, ലോകവുമായി സന്ധിയിൽ ഏർപ്പെട്ട സഭ. തുയച്ചേര സഭയെ കുറിച്ച് എന്താ നമ്മൾ പറഞ്ഞത്? തുയച്ചേരിയ സഭയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആ സഭ എങ്ങനത്തെ സഭയാ? മാലിന്യം സംഭവിച്ച സഭ. ഫിൽത്തി ചർച്ച്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർദീസ് സഭയാണ്, ബലഹീന സഭ. ഫിലദൽഫിയ സഭയെ കുറിച്ച് പറയുമ്പോൾ ഫെയ്ത്ത്ഫുൾ ചർച്ചാണ്, വിശ്വസ്ത സഭയാണ്. ലവോദിക്ക സഭ സ്വയം സംതൃപ്തിയായ ശീതോഷ്ണ സഭ. സ്വയം സംതൃപ്തിയായ സഭയാണ് ശീതോഷ്ണ സഭ. ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവ് സഭയോട് ആലോചന പറഞ്ഞു തന്നതുപോലെ ഈ കാലത്തും പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരുന്നുണ്ട്. അത് കേൾക്കാൻ നമ്മുടെ ഹൃദയമാണ് തയ്യാറാകേണ്ടത്. ആധികാരികമായി തെറ്റുകൂടാതെ ഉള്ള ആലോചന ദൈവവചനമാണ് തെറ്റുകൂടാതെയുള്ള ആലോചന. മറ്റേ മാറിപ്പോ. ശുശ്രൂഷയിൽ മനസ്സിൽ ഉദ്ദേശിച്ച ചിലപ്പോൾ വ്യക്തിയോടായിരിക്കുകയല്ല, ചിലപ്പോൾ ചിലർ തലേ കൈവിച്ച് ദൂത് പറയുന്നത്. ആള് മാറിപ്പോയിട്ടുണ്ട്. അതിന് പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റിയല്ല. മനുഷ്യന് തെറ്റുപറ്റും, വചനത്തിന് തെറ്റുപറ്റിയല്ല. സഭ എന്നത് മനുഷ്യരുടെ കൂട്ടമാണ്. ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മനുഷ്യരല്ലേ. നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് പൂർണ്ണ മാറ്റം ഉണ്ടാകുന്നത് കർത്താവിന്റെ വരവോടുകൂടെ മാത്രമേ ഉള്ളൂ. അതുവരെ നമ്മുടെ മനുഷ്യപ്രവൃത്തിക്ക് വലിയ മാറ്റമൊന്നും വരത്തില്ല, ഇങ്ങനെ തന്നെ പോകും.
നമുക്ക് രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്തെ നമ്മുടെ കണ്ണാടിയായിട്ട് കാണണം. നമ്മൾ ഇടയ്ക്ക് കണ്ണാടിയിൽ പോയി മുഖം നോക്കുന്നു, എങ്ങനെ മുഖം എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഇരിക്കുന്നു, മുഖത്ത് എന്തെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കണ്ണാടി കൊണ്ട് കണ്ണാടി പോയി നോക്കും. അതുപോലെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നറിയാൻ, കൃപയിലാണോ വിശുദ്ധിയിലാണോ എന്നൊക്കെ അറിയാൻ വചനം എന്ന കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കണം. എന്നിട്ട് ദൈവാത്മാവ് പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മുടെ ഈ സർദി സഭയെ കുറിച്ചുള്ള ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഏഷ്യ മൈനറിലെ അതിപുരാതനമായ ഒരു പ്രോവിൻസ് ആണ് ലിഡിയ എന്ന് പറയുന്ന സ്ഥലം. BC 549 ലിഡിയ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് സർദീസ്. ലിഡിയ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് സർദീസ്. ഏതാണ്ട് 1500 അടി ഉയരമുള്ള ഒരു വലിയ പാറക്കെട്ട് അല്ലെങ്കിൽ ഒരു പർവ്വതത്തിന്റെ പീഠഭൂമിയിലാണ് സർദീസ് എന്ന പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. 1500 അടി ഉയരമുള്ള ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ സർദീസ് എന്ന് പറഞ്ഞ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. ഈ പട്ടണം, ദി സിറ്റി വാസ് എ ബിസിനസ് സെന്റർ. ഓർണമെന്റ്സ്, ഡിഫറെന്റ് കളേഴ്സ്, സിൽക്ക് ക്ലോത്ത്സ് വർ മെയ്ഡ് ഓവർ ദെയർ. ഈ പട്ടണത്തിൽ ഇതൊരു ബിസിനസ് കേന്ദ്രമായിരുന്നു. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ, പല കളറുകൾ ഉണ്ടാക്കാൻ, സിൽക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഒക്കെ ഈ സർദീസിൽ പല കമ്പനികൾ ഉണ്ടായിരുന്നു. മതപരമായിട്ട് ജാതി ആരാധനയായിരുന്നു അവിടെ നിലനിന്നത്. സർദീസിൽ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം പ്രധാനമായിരുന്നു. എഫസോസിലും ഉണ്ടായിരുന്നു അർത്തമീസിന്റെ ക്ഷേത്രം. ഇവിടെ സർദീസിലും ഉണ്ടായിരുന്നു അർത്തമീസിന്റെ ക്ഷേത്രം. പുരാവസ്തു ഗവേഷകർ ക്രിസ്തീയ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 560 മുതൽ 546 വരെ BC 560 മുതൽ 546 വരെ ക്രീസസ് രാജാവ് ലിഡിയ ഭരിച്ചു. ക്രീസസ് എന്നുള്ള സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണം, ഞാൻ പറഞ്ഞുതരാം. CROESUS. CROESUS. ക്രീസസ് രാജാവ് ലിഡിയ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേർഷ്യൻ രാജാവായ കോരശ്, നമുക്കറിയാം കോരശ് രാജാവിനെ കുറിച്ച്. പേർഷ്യൻ രാജാവായ കോരശ് സൈന്യസമേതം അവിടെ എത്തി ഈ ലിഡിയ സാമ്രാജ്യത്തിൽ വന്ന് എന്ത് ചെയ്തു? നിർഭയനായി കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ക്രീസസ് രാജാവിനെ കീഴ്പ്പെടുത്തി. കാരണം ഒരിക്കലും ലിഡിയ രാജാവ് ചിന്തിച്ചില്ല പെട്ടെന്ന് ഇങ്ങനൊരു അറ്റാക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ശത്രുവിനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അലസത അവർക്ക് മരണകാരണമായി തീർന്നു.
എല്ലാവരും ശ്രദ്ധിച്ചോണം. എല്ലായിടവും ശാന്തമായെന്ന് ചിന്തിക്കുമ്പോ ഇനി ഒരു കുഴപ്പവും വരികയില്ലെന്ന് ആരും ചിന്തിക്കല്ലേ. പിശാച് എപ്പോഴാ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയാനൊക്കത്തില്ല. ആയതിനാലാണ് മുൻപുള്ള സാഹചര്യം വെച്ച് പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത്. വായിക്കാമോ? 3:2 വായിക്കാമോ? വെളിപ്പാട് ദിവസം 3:2. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഉണർന്നുകൊള്ളുക എന്നുള്ള പദം കണ്ടോ? കണ്ടു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. 2-ാം വാക്യല്ലേ അത്, അല്ലേ? അതെ. ഉണർന്നുകൊള്ളുക. അന്നേരം ഈ ക്രീസസ് രാജാവ് അലസമായിരുന്നത് കൊണ്ട്, ജാഗ്രത ഇല്ലാതിരുന്നത് കൊണ്ട് പേർഷ്യൻ രാജാവായ കോരസ് ആ ലിഡിയ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി. അതേ ചൂട് പിടിച്ച് ദൈവത്തിന്റെ ആത്മ പറയുകയാണ്, അല്ലയോ സർദീസ് സഭയെ, നീ ഉണർന്നുകൊള്ളുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ക്രീസസ് രാജാവിന്റെ മേൽ കോരസ് രാജാവ് വന്ന് സൈന്യസമേതം വന്നത് അവരറിഞ്ഞില്ല. ഇന്ന് സർദീസ് സഭയുടെ പേര്, സർദീസ് എന്ന പട്ടണത്തിന്റെ പേര് സാട്ട് എന്ന, SART, സാട്ട്. തുടർച്ചയായുള്ള ഭൂകമ്പവും പേർഷ്യൻ ഭരണത്തിന് ശേഷം തുർക്കികളുടെ ഭരണവും ഇവയാൽ 11-ാം നൂറ്റാണ്ടിന് ശേഷം ഈ പട്ടണം നാമാവിശേഷമായി പോയി. പേർഷ്യൻ സാമ്രാജ്യം ഈ ലിഡിയ രാജ്യത്തെ കീഴ്പ്പെടുത്തി. അതിനുശേഷം തുർക്കികളുടെ കയ്യിൽ ഇത് വന്നു. 11-ാം നൂറ്റാണ്ടിന് ശേഷം ഈ പട്ടണം നാമാവിശേഷമായി പോയി. സമൃദ്ധിയിൽ നിന്നിരുന്ന ഈ പട്ടണം ഇപ്പൊ നിങ്ങൾ അവിടെ ചെന്നാൽ ചില കരിങ്കൽ തൂണുകൾ മാത്രമേ അവിടെ കാണാനുള്ളൂ, ഒന്നുമില്ല. ഈ ചർച്ചിന്റെ പേര് മരിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച. പറഞ്ഞല്ലോ, ഡൈയിങ് ചർച്ച്. വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 1 മുതൽ 6 വരെ വായിച്ചേ. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. ഇതാണ് സർദീസ് സഭയോടുള്ള ദൈവത്തിന്റെ ദൂത്. അപ്പോസ്തോലിക ഉപദേശം വിട്ട സഭ ലോകമയത്വത്തിലേക്കും ജാതീയ മ്ലേച്ഛതയിലേക്കും വിഗ്രഹാരാധനയിലേക്കും വഴിമാറി. ദൈവസഭയ്ക്കകത്ത് അന്ധകാരം നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ദൈവം സഭയെ നവീകരിക്കുവാൻ
15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറിനെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ പഠിച്ചാൽ എവിടെ കൂടുതൽ ദൈവസഭയെ പിശാച് തകർക്കാൻ നോക്കുന്നുണ്ടോ, ഉദ്ധാരണത്തിനായി ദൈവം ആരെയെങ്കിലും ഒക്കെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവസഭയ്ക്കകത്താണെങ്കിൽ ഒരു വ്യക്തി സഭയെ നശിപ്പിക്കാൻ എഴുന്നേറ്റാൽ ആ സഭയുടെ സംരക്ഷകരായിട്ട് ദൈവം വേറെ ചിലരെ എഴുന്നേൽപ്പിക്കും. അല്ലേ? അത് ദൈവത്തിന്റെ പദ്ധതിയാ. ഈ സർദീസ് കാലമൊക്കെ വന്നപ്പോഴത്തേന് ദൈവസഭ ലോകമയത്വത്തിലേക്ക് പോയി, ജാതിക മ്ലേച്ഛതയിലേക്ക് പോയി, വിഗ്രഹാരാധനയിലേക്ക് പോയി. ദൈവസഭയ്ക്കകത്ത് അന്ധകാരം നൃത്തം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ദൈവസഭയെ നവീകരിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇന്നും ടുഡേ ഇറ്റ്സെൽഫ് ഇന്നും ആ നവീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നു. രാമൻ പറയാമോ? Praise God. Amen. Just shall live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സർദീസ് എന്നത് ദുർബലമായ ഒരു സഭയുടെ പ്രതീകമാണ്. ഫീബിൾ ചർച്ച് ഓർ ഡെഡ് ചർച്ച്. എന്താ അതർത്ഥം? ആചാരങ്ങൾ മാത്രമുള്ള സഭ. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരമോ ദൈവപ്രവൃത്തിയോ ഇല്ലാതെ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമുള്ള സഭ. അതിനെയാണ് പൗലോസ് തന്റെ ഭാഷയിൽ പറഞ്ഞത്, ദൈവഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ നിഷേധിക്കുന്ന സഭ. നോക്കുമ്പം ദൈവ ഭക്തിയുടെ വേഷം അതെല്ലാവർക്കും അറിയത്തില്ല. ജനം നോക്കുമ്പോൾ കയ്യിൽ ബൈബിളുണ്ട്. ഈ ബൈബിൾ ഞായറാഴ്ച മാത്രമേ സഭയെ കൊണ്ടുവരത്തുള്ളൂ, വീട്ടിൽ അത് വായിക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല എന്നുള്ളത് ജനത്തിനറിയാം. ജനം നമ്മുടെ ഡ്രസ് കോഡും നമ്മളെയൊക്കെ നോക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, വേഷത്തിലേ ഉള്ളൂ, പക്ഷേ ശക്തിയില്ല. ദൈവസഭ എന്ന് പറയുന്നത് വേഷവിധാനത്തിലല്ല, ശക്തിയിലാണ്. അല്ലെ? ദൈവരാജ്യം ശക്തിയിലാണ്, വാക്കുകളിലല്ല, പുറമെയല്ല, ശക്തിയിലാണ്. സർദീസ് എന്ന ആ പദത്തിന് ശേഷിപ്പെന്ന അർത്ഥം കൊടുത്താലും തെറ്റൊന്നുമില്ല. റിമൈൻസ്. മൂന്നാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ച എല്ലാവരും ശ്രദ്ധിക്കണം. 3:1. സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ 7 ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനത്തെ കാണിക്കുന്നതാണ്. 7 is the divine number. 7 ആത്മാവ്. ഈ 7 ആത്മാവിനെ കാണണമെങ്കിൽ നിങ്ങൾ യെശയ്യാപ്രവചനത്തിലോട്ട് പോയാൽ മതി. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1-2 7 ആത്മാവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഞാനത് പറഞ്ഞുവിടാം, വായിക്കണ്ട. യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്.
ഏഴ് ആത്മാവുള്ളവൻ അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ മുമ്പിൽ സർദീസ് സഭ ഇപ്പം കിടക്കുക. ആ സഭയെ നോക്കുമ്പോൾ കാണുന്നത് എന്താ? ദൈവസഭ മൃതാവസ്ഥയിലാണ്. ദൈവസഭ മൃതാവസ്ഥയിലാണ്. എങ്കിലും പ്രത്യാശയ്ക്ക് വകയുണ്ട്. സാറേ ഒന്നുകൂടെ പറയാമോ? ഏഴാത്മാവിനെ പറയാം. സോറി. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 1-2 വാക്കുകളിലാണ് ഏഴാത്മാവിനെ കുറിച്ച് കാണുന്നത്. അതൊന്ന്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ ആത്മാവ്. സെക്കൻഡ് വൺ, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവ്. തേർഡ് വൺ, ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിന്റെ ആത്മാവ്. ഫോർത്ത് വൺ, ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ആലോചനയുടെ ആത്മാവ്. ഫിഫ്ത് വൺ, ദ സ്പിരിറ്റ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. സിക്സ്ത് വൺ, ദ സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ബലത്തിന്റെ ആത്മാവ്. സെവന്ത് വൺ, ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഓക്കെ, ശരിയോ? സഭയ്ക്ക് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. മനുഷ്യന്റെ ജീവൻ എവിടെ ഇരിക്കുന്നത്? രക്തത്തിലാണ്. മനുഷ്യന് ബ്ലഡ് പോയാൽ ജീവൻ പോയി. ദൈവസഭയുടെ ജീവൻ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ആ ജീവനാണ് സർദീസ് സഭയ്ക്ക് ആവശ്യം. സർദീസ് സഭയ്ക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ജീവനാണ്. സാറേ മ്യൂട്ടാ സാറേ. ഫോണിലാ. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അത് എഴുതാൻ പറ്റുന്നെങ്കിൽ എഴുതിക്കോ, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ദൈവസഭയ്ക്ക് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ജീവനാണ് സർദീസ് സഭയ്ക്ക് ആവശ്യം. ക്രമീകൃതമായ ആചാരങ്ങളോ ശക്തമായ നിയമ സംവിധാനങ്ങളോ ഒരിക്കലും സഭയെ ആത്മീയ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരികയില്ല. ക്രമീകൃതമായ ആചാരങ്ങൾ അല്ലെങ്കിൽ നല്ല നിയമ സംവിധാനം
ഇപ്പം എന്റെ പിന്നെ ഉദാഹരണം, നമ്മുടെ ചർച്ചിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, 2-3 പാട്ടുകൾ എല്ലാ ആഴ്ചയിലും പാടുന്നു, ഒരു 10-15 പേര് സാക്ഷി പറയുന്നു, സങ്കീർത്തനം വായിക്കുന്നു, ഇങ്ങനെ സിസ്റ്റമാറ്റിക്കലായിട്ട് ഇക്കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഭയങ്കര കർശന നിയമമാണ്. വെള്ളയെടുപ്പില്ലാതെ സഭായത്തിന് വരാൻ പാടില്ല, മീശ വെച്ച ഒരു തിരുവത്താഴം എടുക്കാൻ പാടില്ല. കുറെ നിയമമുണ്ടല്ലോ, മനുഷ്യനുണ്ടാക്കുന്ന കുറെ നിയമങ്ങളില്ലേ. ഇങ്ങനെ കുറച്ച് സംവിധാനങ്ങളും നിയമങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ദൈവസഭയെ ആത്മീയ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുകയില്ല. അത് ആ സംഘടനയ്ക്ക്, ആ സിസ്റ്റത്തിന് കൊള്ളാമത്. ദൈവസഭയ്ക്ക് ആവശ്യം ആചാരങ്ങളല്ല, ദൈവസഭയ്ക്ക് ആവശ്യം നിയമങ്ങളല്ല. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതാ. ദൈവസഭയ്ക്ക് വേണ്ടുന്നത് ആത്മനിറവാണ്. ആത്മനിറവ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചെന്ന് തോന്നുന്നു. 3 കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത് ദൈവവിളി ഉണ്ടാവണം, 2 വചന നിശ്ചയം വേണം, 3 ആത്മനിറവ് വേണം. ഇത് 3 ഉള്ളവൻ ഒരിക്കലും പരാജയപ്പെടത്തില്ല. ദൈവത്തിന്റെ വിളിയും വചന നിശ്ചയവും ആത്മനിറവും, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നന്നായി സൂക്ഷിച്ചാൽ ഒരു ദൈവദാസനും ലജ്ജിക്കപ്പെടുകയില്ല. ഇവിടെ സർദീസ് സഭ മരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോട് ചോദിക്കട്ടെ, മരിച്ചു കിടക്കുന്ന ഒരാള് മൃതശരീരത്തിന്റെ മുമ്പില് എന്തെല്ലാം അഭ്യാസം കാണിച്ചാൽ അതിന് ജീവൻ പ്രാപിക്കുമോ? പറ. ഇല്ല. ആള് മരിച്ചു കിടക്കുക, നമുക്ക് എന്ത് ചെയ്യാറ്? നല്ല ഡ്രം സെറ്റുകാരെ വിളിച്ചങ്ങോട്ട് ഭയങ്കര ഉണർവിന്റെ പാട്ടങ്ങ് പാടിയേക്കാം, അല്ലെങ്കിൽ നല്ലൊരു കൺവെൻഷൻ പ്രസംഗനെ കൊണ്ടുവന്നിട്ട് നല്ല കൺവെൻഷൻ നടത്തിയേക്കാം. മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ഉണർത്താൻ ഇതൊന്നും പര്യാപ്തമല്ല. ശവശരീരത്തിന് അല്ലെങ്കിൽ ഡെഡ് ബോഡിക്ക് ആവശ്യം അലങ്കാരമല്ല, ഡെഡ് ബോഡിക്ക് ആവശ്യം ജീവനാണ്. നമുക്ക് ആവശ്യം വലിയ ഹോള് സൗകര്യങ്ങളും വലിയ അലങ്കാരങ്ങളും അതും ഇതും പ്രൗഢിയും ഒന്നുമല്ല നമുക്ക് ആവശ്യം. പുതിയ നിയമസഭയ്ക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന് ജീവൻ ആവശ്യം. അല്ലെ പോയി. ദൈവസഭ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊണ്ടതാ. ആ ജീവൻ ദൈവത്തിൽ നിന്നുള്ളതാണ്. ഭൂമിയിലെ ഒരു കാര്യങ്ങൾക്കും ദൈവസഭയ്ക്കകത്ത് ജീവൻ പകരാൻ കഴിയത്തില്ല. ലാലുപ്പാഷ് വിചാരിക്കുകയാണ്, സ്തോത്രം, ഒരു സഭയ്ക്ക് ഒരു 50,000 രൂപ അങ്ങ് കൊടുത്താൽ എല്ലാവരും ആത്മാവിൽ നിറയുമെന്ന് വിചാരിച്ചാൽ ആത്മാവിൽ നിറയുമോ? അറിയോ? മരിച്ചവർക്കെല്ലാം ജീവൻ പ്രാപിപ്പിക്കാൻ, സ്തോത്രം, 3-4 ഹോള് പണിത് കൊടുത്താൽ നടക്കും. അല്ല, വിശ്വാസികൾക്കെല്ലാം ഓരോ സാരി ഓരോ ഷർട്ടും വാങ്ങിച്ചു കൊടുക്കാം, എല്ലാവരും ആത്മാവിലാവും. ചിലരുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്, അങ്ങനെ കിട്ടിയായിരുന്നു ചിലപ്പം 2 അന്യഭാഷയൊക്കെ പറയാമായിരുന്നു.
നമ്മുടെ അലങ്കാരങ്ങൾക്കോ ഈ മറ്റു വെച്ചുകെട്ടതിനോ ഒന്നും നമ്മളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. യാതൊരു ഭൗതിക വസ്തുക്കൾക്കും നമ്മളെ ജീവങ്കിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അത് സ്വർഗീയ ജീവനാണ്. അത് സ്വർഗത്തിലെ ദൈവമാണ് നൽകേണ്ടത്. സർദീസ് സഭയെ നോക്കുമ്പോൾ ആര് നോക്കിയാലും ആ സഭയുടെ പ്രത്യേകത മനസ്സിലാക്കണം. ദൈവാത്മാവ് പറയുകയാണ്, നിനക്ക് ജീവനുണ്ട് എന്ന് പേരാ. എല്ലാരും നോക്കിയ ലിവിങ് ചർച്ചാണ്. ഓ, ഈ ലിവിങ് ചർച്ച. പക്ഷെ പരിശുദ്ധാത്മാവ് നോക്കിയപ്പോൾ ഡെഡ് ചർച്ച. ഒരുപക്ഷെ അവിടുത്തെ കൊയറൊക്കെ എത്ര ഭംഗിയായിരിക്കും അല്ലേ? അവിടുത്തെ ആളുകളൊക്കെ വരുന്നത് കണ്ടാൽ എത്ര രസമായിരിക്കും. അവിടുത്തെ നിയമ സംവിധാനങ്ങൾ, അവിടുത്തെ സിസ്റ്റങ്ങൾ, അവിടുത്തെ ടൈം മാനേജ്മെന്റ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും, ഓ, ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷെ കർത്താവ് തന്റെ ജ്ഞാനത്തിൽ സഭയെ ദർശിച്ചപ്പോൾ പറയുകയാണ്, നിനക്ക് ജീവനുണ്ടെന്ന് പേര് മാത്രമേ ഉള്ളൂ, നീ മരിച്ചവനാണ്. എപ്പോഴാണ് ദൈവസഭയുടെ ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങുന്നത് പറയാമോ? ഞാനിത് പറയാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ക്യാമറയൊക്കെ ഓഫാക്കി പോയെന്നാ തോന്നുന്നു. എങ്കിലും ഇല്ലാതെ വരുമ്പോൾ എപ്പോഴാ സഭയുടെ ജീവൻ നഷ്ടപ്പെടുന്നത്? പരിശുദ്ധാത്മാവില്ലാതെ വരുമ്പോൾ കാരണമുണ്ട് അതിന്. എപ്പോൾ ദൈവസഭയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ വിശുദ്ധി നഷ്ടപ്പെടാൻ തുടങ്ങുന്നു, അപ്പോൾ ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങും. എപ്പോൾ ഒരു മനുഷ്യന്റെ രക്തം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു, അവന്റെ ജീവൻ നഷ്ടപ്പെടാൻ തുടങ്ങും. മനസ്സിലായോ? അന്നേരം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് വിശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ്. ഇനി പരിഹാരം വേണ്ടേ? പരിഹാരമുണ്ട്. എപ്പോൾ ദൈവസഭ തങ്ങളിൽ സംഭവിച്ച തെറ്റിനെ ഓർത്ത് മടങ്ങി വന്നാൽ ദൈവം തന്റെ ആത്മാവിനെ നൽകി പുതുജീവൻ തരും. ദൈവം ഉണർവിനെ അയക്കും. ജീവനും ഉണർവും ഒക്കെ ഇരിക്കുന്നത് നമ്മുടെ തീരുമാനത്തിനകത്തായിരിക്കുന്നത്. സഭാശുശ്രൂഷകന്മാർ വചനപ്രകാരം ജീവിക്കുന്നവരല്ലെങ്കിൽ ജനം മരിച്ചുപോകും. സഭാശുശ്രൂഷകന്മാർ വലിയ കൊമ്പമീശ വെക്കുന്നവരാണെങ്കിൽ വിശ്വാസികളെല്ലാം കൊമ്പമീശ വെക്കും. സഭാശുശ്രൂഷകന്മാർ ടീഷർട്ട് ഇട്ട് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ജനം എല്ലാം ടീഷർട്ട് ധരിക്കും. എല്ലാരും ഗുരുവിനെയല്ലേ നോക്കുന്നത്. ഈ സർദീസ് സഭയെ കുറിച്ച് പ്രശംസയായിട്ട് ഒന്നും എടുത്തു പറയുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. മാനുഷിക ദൃഷ്ടിയിൽ എല്ലാം ക്രമമായും ചന്തമായും പോകുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സർദീസ് സഭയിൽ ഒരാൾ പോയാൽ പ്രശംസയായിട്ട് ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാറുണ്ട്, അവിടുത്തെ സിസ്റ്റമൊക്കെ കാണുമ്പോൾ. എന്തോ സർ ഒരു യോഗ്യത പറയുന്നല്ലോ സർ.
എന്തോ പറഞ്ഞോ? ഉടുപ്പ് മലിനമാകാത്ത. അവർ ഓക്കെ. അത് ഞാൻ ടോട്ടലി പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോ എന്നാ ലിവിങ് ചർച്ച അല്ലെ ഡെഡ് ചർച്ച പ്രഥമ ദൃഷ്ടിയ. എന്നാൽ മറ്റു ചില സഭകൾക്കൊക്കെ അങ്ങനെ അല്ല. ഒത്തിരി കാര്യം ഇപ്പൊ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, പ്രയത്നം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് എടുത്തു പറയത്തക്ക യോഗ്യതകളൊന്നും പ്രത്യക്ഷത്തിൽ അവിടെ ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദീർഘദൃഷ്ടി കൊണ്ട് അതിനകത്ത് ജീവിക്കുന്ന ചില ദൈവങ്ങളെ കണ്ടു എന്നുള്ളതാണ്. മനുഷ്യന്റെ ദൃഷ്ടി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്നാൽ ഈ സർദീസ് സഭ അല്ലെങ്കിൽ സഭയുടെ പൊതു തത്വം പഠിച്ചാൽ ഒരു കാലത്ത് സജീവമായി തന്നെ ജീവൻ വ്യാപരിച്ച സഭയായത്. സഭയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വലിയ നന്മ മാത്രമേ ഉള്ളൂ സഭ, അല്ലെങ്കിൽ സഭ ഉണ്ടാകത്തില്ലല്ലോ. ഒരു സഭ ഉണ്ടാകണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ വേണം, യേശുവിനോട് ചേരാൻ സ്നാനപ്പെട്ടവർ വേണം, ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവർ വേണം, പരിശുദ്ധാത്മാവ് ഉള്ളവർ വേണം. ഇതൊക്കെ സത്യമാണ്. തുടങ്ങുന്നതെല്ലാം ഉണ്ട്. ഒരു കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാ. പക്ഷെ ഇപ്പോൾ ആത്മജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ സർദീസ് സഭയുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഒരിക്കൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ടെന്നുള്ള ചിന്തയിൽ അങ്ങ് പോവും അവര്. ഞങ്ങള് രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചാണ്, ആ ചിന്തയിൽ അങ്ങോട്ട് പോവുകയാണ്. ഒരിക്കൽ ഉണ്ടായിരുന്നു, അതിന്റെ കെയർ ഓഫിൽ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ സർദീസ് സഭ വെന്റിലേറ്ററിലോട്ട് പോയേ, അന്ത്യശ്വാസം വലിക്കാൻ തുടങ്ങിയ കാരണമാണ്? ലോകമയത്വം ദൈവസഭയ്ക്കകത്ത് കയറി. ഭൗതികമായ കാര്യങ്ങളും ദൈവസഭയ്ക്കകത്തോട്ട് കയറി. ലോകമയത്വവും ഭൗതികത്വവും ദൈവസഭയ്ക്കകത്ത് വന്നപ്പോൾ ദൈവസഭ അന്ത്യശ്വാസം വലിക്കാൻ തുടങ്ങി. ഈ ലോകമയത്വവും ഭൗതികത്വവും കയറി കഴിയുമ്പോൾ ആത്മീയജീവൻ നഷ്ടപ്പെടും. നമുക്ക് കുറച്ച് കൂടുതൽ കാര്യം, ലെറ്റ് സ്റ്റഡി മോർ, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഒന്ന്, സഭയുടെ കപട ഭാവം, ഹിപ്പോക്രസി. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ദൈവസഭ ദൈവശക്തിയുടെ വേഷമാണ് ധരിക്കുന്നത്. ജീവിതത്തിൽ ദൈവശക്തി നിഷേധിക്കുന്നു. 2 വാക്യങ്ങൾ വായിച്ചു. 2 തിമോഥെയോസ് 3:5. 2 തിമോഥെയോസ് 3:5. യൂദയുടെ ലേഖനം, ന്യായാധിപന്മാരുടെ പുസ്തകം 16:19. 2 തിമോഥെയോസ് 3:5 വായിക്കാം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. അന്നേരം ദൈവശക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ, ജീവിതത്തിൽ ശക്തിയില്ല. ന്യായാധിപന്മാർ 16:19 വായിച്ചേ. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരു ആളെ വിളിപ്പിച്ചു, തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. ശിംശോന്റെ കാര്യമാ. ദൈവം ഒരു ഭയങ്കര പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പട്ടണത്തിലെ
വാതിൽ ഓടാമ്പലൊക്കെ പറിച്ച് ചുമലി വെച്ചോണ്ട് പോകുന്ന മനുഷ്യനാ. 300 കുറുക്കന്മാരെ പിടിച്ചിട്ട് വാലോട് ചേർത്ത് പന്തം അതിന്റെ ഇടയ്ക്ക് വെച്ച് വിട്ടവനാ. എനിക്കിതൊക്കെ വലിയ മിറക്കിളായിട്ട് തോന്നിയിട്ടുണ്ട്. 300 ഒരു കുറുക്കനെ പിടിക്കാൻ നോക്കിയിട്ട് ഇതുവരെ നമുക്കാർക്കും പറ്റിയിട്ടില്ല. പുള്ളി 300 കുറുക്കനെയൊക്കെ പിടിച്ച് വളരെ ഈസി ആയിട്ട് പിടിച്ച് വാലോട് ചേർത്ത് പന്തം വിടുക അല്ലേ. സിംഹമൊക്കെ വന്നു കഴിഞ്ഞാൽ നിഷ്പ്രയാസം കീറി അങ്ങ് കളഞ്ഞോളുക. എന്നെ പവറായിരുന്നു. ആ ആ പവർ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ദൈവം പറഞ്ഞു. നീ നാസരി ഉദസ്സനാണ്, നിന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. ദൂതുള്ളതാ, പ്രമാണമുള്ളവനാ. പുള്ളിക്ക് പിന്നെ ലോകത്തോട് അങ്ങ് സ്നേഹം അങ്ങ് കൂടി. ദലീലെ കണ്ടപ്പം പിന്നെ ഡബിൾ സ്നേഹമായി. പല പ്രാവശ്യം ഇങ്ങനെ തന്റെ ശക്തിയൊക്കെ സൂക്ഷിക്കാനൊക്കെ നോക്കി. അവസാനം എന്ത് ചെയ്തു? അവരുടെ ഹൃദയം മുഴുവൻ അങ്ങ് തുറന്നു പറഞ്ഞു. ഈ കപട സ്നേഹമായിട്ടൊക്കെ ആൾക്കാർ വരുന്നത് തിരിച്ചറിയണം. എന്തിനാണെന്നറിയാമോ? ദലീലായപ്പോ ശിംശോനെ സ്നേഹിച്ചത് നിങ്ങൾ വിചാരിച്ചോ ശ്രോത്രം ഭയങ്കര സ്നേഹമായിരുന്നു? ഒന്നുമല്ല. ദലീല ശിംശോനെ സ്നേഹിച്ചതിന്റെ ഒറ്റ കാരണം അവന്റെ ശക്തി എവിടാന്ന് അറിയണം. ഫെലിസ്ത്യർ അവനെ പിടിച്ചോണ്ട് പോകണം. ഫെലിസ്ത്യർക്ക് അവനെ കീഴ്പ്പെടുത്തണം. ഇതിനുവേണ്ടിയായിരുന്നു. അത് നമ്മൾ മനസ്സിലായിക്കണം, നന്നായിട്ട് മനസ്സിലായിക്കണം കേട്ടോ. എല്ലാ സ്നേഹവും നല്ല സ്നേഹമല്ല. ദൈവകൃപ ചോർന്നു പോകുന്ന ഒരു സ്നേഹത്തിനും നീ കൈ കൊടുക്കരുത്. ദൈവമിതമല്ലാത്തടത്ത് ഉറങ്ങരുത്. ഇവൻ പോയി കിടന്ന് ഉറങ്ങിയത് എവിടാ? വേറെ ഒരു സ്ഥലമില്ലാതെ പുള്ളിക്ക് ഉറങ്ങാൻ. ഉറങ്ങിയത് എവിടാ? ദലീലിലെ മടിയിൽ പോയി കിടന്ന് ഉറങ്ങി. തലയിൽ 7 ജട എന്ത് ചെയ്തു? കട്ട് ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്ന അവരുടെ ശക്തി അവനെ വിട്ടുപോയി. എത്ര രൂപ കൊടുത്തിട്ടായിരുന്നു ഈ ശിംശോൻ ഈ ശക്തി വാങ്ങിച്ചത്? എത്ര രൂപ കൊടുത്തു? ഒരു പൈസയും കൊടുക്കാതെ. ദൈവം നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ ചില താലന്തുകൾ, കൃപാവരങ്ങൾ, ശുശ്രൂഷകളൊക്കെ തരുമ്പോ അതിന്റെ വില എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. വിലയില്ലാതെ കിട്ടുന്നത് കൊണ്ട് ഇതിന് വിലയില്ലെന്ന് ചിന്തിച്ച് ലോകമയത്വത്തിലേക്കും വേണ്ടാത്തിടത്തേക്കൊക്കെ പോയി നമ്മൾ തലവെച്ച് കൊടുത്താൽ നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി, ആ കൃപ, ശുശ്രൂഷ നമ്മെ വിട്ടുപോകും. പിന്നെ ഫെലിസ്ത്യർ ഇതാന്ന് പറഞ്ഞപ്പം പുള്ളി ചാടി എഴുന്നേറ്റൊന്ന് കുടഞ്ഞു നോക്കി. പക്ഷെ ശക്തിയില്ല. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ പിശാചിനെ പരാജയപ്പെടുത്താൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ, ആത്മീയ ജീവൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു ഇടത്തും നീ അറിവ് ചെയ്യാൻ പാടില്ല. സർദീസ് സഭയ്ക്ക് പറ്റിയത് അവന് ജീവൻ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അവരെന്ത് ചെയ്തു? സർദീസ് സഭയ്ക്ക് ദൈവശക്തിയുടെ വേഷം മാത്രമേ ഉള്ളായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ബാഹ്യമായ നോട്ടത്തിൽ സർദീസ് സഭ ഓക്കെ അല്ലേ? അങ്ങനല്ലേ? ആന്തരിക നിലവാരം പരിശോധിച്ചപ്പോൾ പുറമേയുള്ള നിലവാരവും ആന്തരിക നിലവാരവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഒരു ഇരട്ടത്താപ്പ് പോലെ കാണും. നമ്മുടെ പ്രൈവറ്റ് മിനിസ്ട്രിയും പബ്ലിക് മിനിസ്ട്രിയും ദൈവസനിൽ ഈക്കലാകട്ടെ. ഈ സർദീസ് സഭയ്ക്ക് പറയത്തക്ക പീഡനങ്ങളൊന്നുമില്ലായിരുന്നു, പ്രതികൂലങ്ങളൊന്നുമില്ലായിരുന്നു. എന്തുകൊണ്ടാ? സുഹൃദ സഭയ്ക്കൊക്കെ എന്തോ പ്രശ്നങ്ങളായിരുന്നല്ലേ. സർദീസ് സഭയ്ക്ക് പീഡനങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാ? ഈ സഭ
ശത്രുവിന്റെ പാളയത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് പീഡനങ്ങളൊന്നുമില്ല. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന പിശാചിനെ തോൽപ്പിക്കാനാ, പിശാചിനോട് യുദ്ധം ചെയ്യാനാ, പോരാടാനാ ദൈവം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജീസസ്. നമുക്ക് കൂടുതൽ പോരാട്ടങ്ങൾ വരുന്നത്, ഇന്ന് സുജിത് എന്ന് എന്റെ ചർച്ചയിലാണ് സൂക്ഷിച്ചേ, നമുക്ക് കൂടുതൽ പോരാട്ടങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അറ്റാക്കുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? എന്തുകൊണ്ടാ? നമ്മൾ യുദ്ധം ചെയ്യുന്നത് ശത്രുവിനോടായിട്ടാ. അതിന് തിരിച്ചറ്റാക്ക് വരും. നമ്മൾ ആത്മാവിൽ യുദ്ധം ചെയ്യുമ്പോൾ ദുരാത്മാവ് പ്രതികരിക്കും. സുജിന, ഞാൻ പറഞ്ഞ ശരിയല്ലേ? നമ്മൾ ആത്മാവിൽ യുദ്ധം ചെയ്യുമ്പോൾ ദുരാത്മാവ് എന്ത് ചെയ്യും? അതെ. പ്രതികരിക്കും. സർദീ സഭയ്ക്ക് പിന്നെ ആത്മാവിലുള്ള യുദ്ധമില്ല. അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളും ഒന്നും അവിടെ ഉണ്ടായില്ല. മനസ്സിലായോ? യുദ്ധമില്ലെങ്കിൽ പരിക്കുകളൊന്നും വരത്തില്ല. മുറിവുണ്ടാവോ? ചില പറയത്തില്ലോ, ഞാൻ ഒന്നിനുമില്ല, ഞാൻ ഞായറാഴ്ച മാത്രം പോകും, തിരിച്ചു വരും. പക്ഷെ ദിനംതോറും യുദ്ധം ചെയ്യുന്നവന്, ഉപസിച്ച് പ്രാർത്ഥിക്കുന്നവന്, മീറ്റിങ്ങുകൾക്ക് വരുന്നവന്, ദൈവത്തെ ആരാധിക്കുന്നവന്, സുവിശേഷം പറയുന്നവന് മുറിവുകൾ ഉണ്ടാവും, പരിക്കുകൾ ഉണ്ടാവും. മനസ്സിലായോ? എന്നും പ്രശ്നങ്ങളാണ്. എന്നും പ്രശ്നങ്ങളാണ്. അത് കറക്റ്റാണ്. എന്നും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യാൻ പോകും, പ്രശ്നം വരും, പോരാട്ടം വരും. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പിന്നെ വീട്ടിൽ പോരാട്ടം വരും, അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനല്ല. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണം. നമ്മള് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടണം, അല്ലേ? ഈ കോവിഡ് ഒക്കെ വരുന്നപ്പോ എന്ത് ചെയ്തു? കോവിഡ് വാക്സിൻ എടുത്തു. അല്ലെങ്കിൽ ഇന്നും ഓരോന്നിനുണ്ട്. എന്താ ഈ പോളിയോ വരാതിരിക്കാൻ വേണ്ടി വാക്സിന് നമ്മുടെ സൂസൻ മോസസ് നേഴ്സാണ് തോന്നുന്നു, അല്ലേ? അറിയാം. അങ്ങനെ ഓരോ പ്രതിരോധ ശക്തി നമുക്ക് വളരെ ആവശ്യമാണ്. രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ ശക്തി നമ്മൾ പ്രാപിക്കണം. ദൈവസഭയ്ക്ക് ഈ ദിവസങ്ങളിൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മനസ്സിലായോ? പരിശോധനയ്ക്ക് വിധേയമാകാത്ത വിശ്വാസം അശക്തമാണ്. നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടണം. ദൈവത്തിന്റെ സഭ നിർജീവമായിരിക്കുന്ന കാലത്തോളം സുവിശേഷീകരണം നടക്കത്തില്ല. ആത്മാക്കൾ പുതുതായി രക്ഷിക്കപ്പെട്ട സഭകളിലേക്ക് കടന്നു വരികയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സന്ദേശമായിട്ട് പറയുകയാണ്, ആകയാൽ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഐ ഹാവ് നോട്ട് ഫൗണ്ട് തൈ വർക്ക്സ് പെർഫെക്റ്റ് ബിഫോർ ഗോഡ്. നിന്റെ പ്രവൃത്തി എന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഞാനൊരു 4 കാര്യങ്ങൾ പറയും. ഒന്ന്, ദൈവം ഒരുവന്റെ ബാഹ്യ പ്രവൃത്തികളെക്കാൾ അതിന്റെ ആന്തരിക ലക്ഷ്യത്തെയാണ് ദൈവം വിലയിരുത്തുന്നത്. ഇന്നർ ഗോഡ്. God will evaluate your inner God. രണ്ടാമത്, നാം എന്തു ചെയ്തു എന്നതിനേക്കാൾ എന്തിനു വേണ്ടി ചെയ്തു എന്നതാ പ്രാധാന്യം. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ അച്ചായനാണെങ്കിൽ ദേവദാസന്മാർക്കൊക്കെ പൈസ ഒക്കെ കൊടുക്കും. പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ, എല്ലാവരും കാണത്തക്ക, സഭയിലെ വിശ്വാസികൾ മുഴുവൻ കാണത്തക്ക പണമായി കൊടുക്കത്തുള്ളൂ. പുള്ളി കൊടുക്കുന്നത് വിശ്വാസി മുഴുവൻ അറിയണം, കാണാം.
അതിന് ലക്ഷ്യം മാറിപ്പോയി. നമ്മൾ എന്ത് ചെയ്തു എന്നതിനേക്കാൾ എന്തിനു വേണ്ടി ചെയ്തു എന്നാണ്. അന്നേരം നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് ലോകം മുഴുവൻ അറിയണമെന്നുള്ള നിലയിലാണോ ചെയ്യുന്നത്, അതോ ആ നമ്മൾ കൊടുക്കുന്ന നന്മ അവർക്ക് പ്രയോജനം വരണമെന്നുള്ളതാണോ? നിന്റെ പ്രശസ്തിയാണോ നീ ലക്ഷ്യമാക്കുന്നത്, അതോ നീടി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിരിക്കുന്നവരുടെ ആവശ്യമാണ്? അതൊരു വലിയ വിഷയമല്ലേ. എന്താണ് ദൈവം വിലമതിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? ദൈവം വിലമതിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഒരുവന്റെ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്നും ദൈവത്തോട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യാനും ദൈവത്തോട് ചേർന്ന് ചെയ്യണം. അതാണ് ദൈവം വിലമതിക്കുന്ന കാര്യങ്ങൾ. God looks at our sincere heart and the works with God. ദൈവത്തോടു കൂടെ നമ്മൾ ചെയ്യണം. സർദീസിലെ സഭയ്ക്ക് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാതെ പോയി. സർദീസിലെ വിശ്വാസികളെ 5ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. എല്ലാ സഭകളിലും പല ടൈപ്പുള്ള ആൾക്കാരുണ്ടല്ലോ, അല്ലേ? വിനീജ വിശ്വാസം ഞാൻ പറഞ്ഞ ശരിയല്ലേ? സഭകളിലൊക്കെ പല ടൈപ്പുള്ള ആൾക്കാരല്ലേ? എല്ലാവരും ഒരുപോലാണോ? അല്ല പാസ്റ്റർ, അല്ല. പല ടൈപ്പിലുള്ള ആൾക്കാരാണ്. നമ്മുടെ ഇന്ന് സഭയെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പൊ നമുക്ക് സർദീസ് സഭയെ കുറിച്ച് പഠിക്കാം. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതായത് സർദീസ് സഭയില് അവിടെ കുറെ വിശ്വാസികൾ ഡെഡ് ബിലീവേഴ്സ്, മരിച്ച വിശ്വാസികളാണ്. എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വിശ്വാസികൾ. പിന്നെ രണ്ടാമത്തെ കൂട്ടര് സ്ലീപ്പേഴ്സ്, ഉറങ്ങുന്നവർ. അവര് മരിച്ചിട്ടില്ല, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഏത് സമയത്തും മരിക്കും. പിന്നെ മൂന്നാമത്തെ കൂട്ടര് ചാവാറായ ശേഷിപ്പ്, ചാകാൻ പോവാ. പീപ്പിൾ ഹു അബൌട്ട് ടു ഡൈ, ചത്തിട്ടില്ല, ചാകാൻ തുടങ്ങുക. ഒന്ന് മരിച്ച വിശ്വാസികൾ, 2 ഉറങ്ങുന്ന വിശ്വാസികൾ, 3 ചാകാറായവർ, 4 പൂർണ്ണതയില്ലാത്ത വിശ്വാസികൾ. കർത്താവ് നിന്റെ പ്രവൃത്തി എന്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും പെർഫെക്റ്റ് അല്ല. ഇംപെർഫെക്റ്റ് പീപ്പിൾ. അഞ്ചാമത്തെ ഒരു കൂട്ടരുണ്ട്, നമ്മുടെ സുസിസ്റ്റ് പറഞ്ഞ പോലെ ഉടുപ്പ് മലിനമാകാത്ത കുറച്ചുപേർ. കൂടുതലും മരിച്ചവരും ഉറങ്ങുന്നവരും മരിക്കാൻ തുടങ്ങുന്നവരും പൂർണ്ണതയില്ലാത്തവരുമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഉടുപ്പ് മലിനമാകാതെ എങ്ങനെ പിടിച്ചു നിന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ നോട്ടത്തിൽ ഒരു സഭയ്ക്കകത്ത് പിന്നെ ആരൊക്കെയുണ്ട്? മരിച്ചവരുണ്ട്, ഉറങ്ങുന്നവരുണ്ട്, ചാകാൻ തുടങ്ങുന്നവരുണ്ട്, പൂർണ്ണതയില്ലാത്തവരുണ്ട്. അതുകൊണ്ട് സഭ വേണ്ട എന്ന് വെച്ചോ. ആ സഭയ്ക്കും ദൂതുണ്ട്. ആ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധമായ ഇടപെടുന്നത്. ചർച്ച വേണം, സർദീസ് സഭ വേണം, ചർച്ചകളെല്ലാം വേണം. ദൂത് അനുസരിക്കുക എന്നുള്ളതാണ്. എന്നറിയാം, കാലവും ഭൂരിപക്ഷം ആളുകളും
ദൈവഹിതം ചെയ്യുന്നവരല്ലെങ്കിലും നമ്മളെ അതിനകത്ത് ദൈവം ആക്കുന്ന എന്തിനാണെന്നറിയാം? നമ്മളെ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയാ. അല്ലാതെ ഞാൻ ഇനി അവരോട് പോകുന്നില്ലെന്ന് പറയാൻ വേണ്ടിയല്ല. നമ്മൾ അവിടെ പോയി തെളിയിക്കണം. അങ്ങനല്ലേ? നമ്മൾ ഈ ഈ വെളിപ്പാട് പുസ്തകത്തിലെ സഭയുടെ ദൂത് പഠിക്കുമ്പോഴെല്ലാം ഭൂരിപക്ഷവും പ്രശ്നക്കാരാണ്. പക്ഷെ നമ്മളെ ദൈവം അവിടെ നിർത്തിയിരിക്കുന്നത് എന്തിനാ? നമ്മൾ തെളിയിച്ചു കൊടുക്കണം. യൂദ യേശുവിനെ ഒറ്റിയപ്പം ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം ഒറ്റുകാരായി തീർന്നോ? ഇല്ലല്ലോ. 12 ശിഷ്യഗണത്തിൽ ഒരുവൻ യൂദയായി മാറി. 12 പേരിലാണെന്ന് ഓർക്കണം. 24 വിശ്വാസികളുണ്ടെങ്കിൽ 2 പേര് യൂദമാരാ. 48 പേരുണ്ടെങ്കിൽ 4 പേര് യൂദമാരാ. ഗുരുവിനെ ഒറ്റിക്കൊടുത്തു, ആത്മഹത്യ ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾ അവർ സൃഷ്ടിച്ചെങ്കിലും അപ്പോസ്തലന്മാർ ബാക്കിയുള്ളവർ ദൈവം ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തു. നമ്മൾ ഇവരെ കണ്ട് പുറകോട്ട് പോകല്ലേ, പിന്മാറത്തി പോകല്ലേ, സ്വഭാവം മുടക്കല്ലേ. നമ്മളെ ഏൽപ്പിച്ച് ചെയ്യണം. നമ്മൾ സഭയുടെ പേര് ജീവനുള്ള സഭ എന്നാ പേര്. പക്ഷേ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ പേരിനൊത്ത അനുഭവം അവർക്കില്ല. പേരേ ഉള്ളൂ. നിങ്ങളൊരു പഞ്ചസാര പാട്ട എടുത്തിട്ട് അതിനകത്ത് പഞ്ചസാര എന്ന് എഴുതി വെക്കുക. പഞ്ചസാരയുടെ നിറം വെളുത്തല്ലേ ഇരിക്കുന്നേ, അതിനകത്ത് ഉപ്പ് നിറച്ചു വെക്കുക. പഞ്ചസാര എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചായക്കകത്ത് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നിറം നോക്കി എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ചായ പിരിഞ്ഞു പോകും, ഉപ്പായിരിക്കും. പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഉപ്പും വെളുത്തിരിക്കുന്നു. ചിലർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലേബൽ എഴുതി ഒട്ടിച്ചത് കൊണ്ട് അകത്തെ സംഭവം മാറുന്നില്ല. മനസ്സിലായോ? വിശ്വാസിയാണെന്ന് ലേബൽ എഴുതി ഒട്ടിച്ചാൽ അകത്തെ ആറ്റിറ്റ്യൂഡ് മാറുന്നില്ല. മരിച്ചവർ ചിലരുടെ പേര് നോക്കിയേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? സുശീൽ എന്ന് പേരുള്ളവരെ കണ്ടിട്ടില്ലേ? പുള്ളിക്ക് എന്തേലും സുശീലത്വം ഉണ്ടോ? ചില പേര് ശാന്തമ്മ, വീട്ടിൽ ഭയങ്കര മുൻകോപിയാന്നാ പറഞ്ഞ പണ്ടൊരു ശാന്തമ്മയുടെ കാര്യം അവരുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. ചിലർക്ക് പേര് ഗോഡ്ലി, ദൈവമായിട്ട് യാതൊരു ബന്ധം കാണിക്കുന്നു. ഗോഡ്ലി. സൗമ്യ എന്ന് പേരുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നോ കണക്ഷൻ വിത്ത്. പേരൊക്കെ നല്ലതാ, പേരിനൊത്ത ജീവിതമോ അർത്ഥമോ ഇല്ലെന്നേ. ജോസഫ് ജാക്കബ് പാഷ പ്രസംഗത്തിന്റെ എന്തോ അറ്റവും മുറ്റമൊക്കെ ഞാൻ കേട്ടു. ഞാൻ ഇച്ചിരി അപ്പുറത്തായിരുന്നു. അന്നേരം IPCയിലെ നേതാക്കന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. ഇവരൊക്കെ കാരണം പെന്തക്കോസ്തലാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം, ജുബ ഇട്ടിട്ട് എന്നാ കാര്യം, വയൽക്കുളയിൽ പഠിച്ചെന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യം? നമ്മളാരും വഴക്കുണ്ടാക്കാൻ പോകാനാണോ കർത്താവ് നമ്മെ വിളിച്ചേ? ആണോ? ഒന്നുമല്ല. ഒരു കാര്യം, നമ്മൾ 1000 തേൻതുള്ളിയാ, ഒരു മീൻതുള്ളി അതിനകത്ത് വീണ് അത് പോയി. അതിനർത്ഥം ബാക്കിയുള്ള തേൻതുള്ളികളെല്ലാം മോശമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ 1, 2, 3 പേര് വഴക്കുണ്ടാക്കാൻ എഴുന്നേറ്റ് വരും. അത് മീഡിയയിൽ കൂടെ പറഞ്ഞു വിടും. മീഡിയ പിന്നെ കിട്ടിയാൽ മതിയല്ലോ. കറുത്ത് ഛർദ്ദിച്ചതിനെ കാക്കിയാക്കി വിടും. അതുകൊണ്ടൊന്നും ദൈവസഭ തകരത്തില്ല. മനസ്സിലായോ? പെന്തക്കോസ്തുകാരെല്ലാരും കേസ് കൊടുക്കുന്നവരാണോ? ഒന്നുമല്ല. നമുക്കൊരു വിഷയമുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മള്. ലക്ഷക്കണക്കിന് വിശ്വാസികളിൽ 10 താഴെ ആൾക്കാര് പലതും കാണിക്കും. അതുകൊണ്ട് വിളിച്ച വിളിയെ മറന്ന് നമ്മളാരും പോവുകയല്ല. അതാ ഞാൻ പറഞ്ഞ, യൂദ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. അതുകൊണ്ട് കർത്താവിന്റെ മിനിസ്ട്രി തീർന്നോ? ഇല്ലല്ലോ. അപ്പോസ്തലന്മാരുടെ മിഷൻ അവസാനിച്ചോ? ഇല്ലല്ലോ. ഇല്ല.
ആരല്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ പഠിപ്പിക്കും പറയും, ലോകത്തിലുള്ള സകല ബന്ധുക്കോസുകാരും തലതിരിഞ്ഞു പോയാലും ബൈബിൾ സത്യമായിരിക്കുന്നിടത്തോളം കാലം ഇതല്ലാതെ വേറെ മാർഗമില്ല. നമ്മൾ ശരിക്കും പഠിച്ചോണം. ഒറ്റ വ്യക്തിയെ ഫോക്കസ് ചെയ്ത് നമ്മൾ ജീവിക്കില്ല, കർത്താവിനെ ഫോക്കസ് ചെയ്ത് ജീവിച്ചോണം. മനസ്സിലായി? പൗലോസിന്റെ കാലത്ത് ഇതൊക്കെ തന്നെ അല്ലായിരുന്നോ? അലക്സാന്ദ്രിയോസും ഹുമിനിയോസും എനിക്ക് വളരെ ചെമ്പുപണിക്കാരനായ അലക്സാന്ദ്രോസും ഹുമിനിയോസും എനിക്ക് വളരെ ദോഷം ചെയ്തു. കൂടെ നിന്ന് ദേമാസ് ഒറ്റ സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു? ലോകത്തെ സ്നേഹിച്ചിട്ട് പൗലോസിനെ വിട്ടങ്ങ് പോയി. എന്നാ ചെയ്യാന്? അതുകൊണ്ട് ദേമാസ് പോയെന്ന് പറഞ്ഞിട്ട് പൗലോസ് സുവിശേഷവേല അവസാനിപ്പിച്ചോ? ഇല്ല. നമ്മുടെ ദൃഷ്ടി നേതാക്കന്മാരിലേക്കും മറ്റുള്ളവരിലേക്കും ഈ വീണ് കിടക്കുന്നവരെ അല്ല നോക്കണ്ടേ. ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ വളരെ ശക്തമായി പറയുന്നൊരു കാര്യം, യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള പലർക്കും മുറിവേക്കും, മരിക്കും, പല പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇനി യുദ്ധം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് പട്ടാളക്കാർ മടങ്ങിപ്പോകത്തില്ല. പോവോ? ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരുപാട് വീണ് കിടക്കുന്ന പലരും അവിടെ കാണും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് പോകാനുള്ളവരാണ്. വീണ് കിടക്കുന്നവർക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി പോയാൽ നമുക്ക് ലക്ഷ്യത്തിൽ പോകാനൊക്കത്തില്ല. അതിന് അവരെ നോക്കാൻ വേറെ ആൾക്കാരുണ്ടെന്നേ. അതൊക്കെ അവർ ഹാൻഡിൽ ചെയ്തോളും. മനസ്സിലായോ? നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുക എന്നാ പറഞ്ഞു, അല്ലേ? പ്രൈസ് ഗോഡ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവം സഹായിക്കട്ടെ. ലെറ്റ് us close our eyes. ജീസസ്. ലാലു പാസ്റ്ററെ പ്രാർത്ഥിച്ചാൽ. പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യ കഴിഞ്ഞ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ആരാധനയ്ക്ക്